ഗവർണറും സർക്കാരും തമ്മിലുള്ള മഞ്ഞുരുകിയില്ല. തീർത്തും നാടകീയമായ രംഗങ്ങളായിരുന്നു നയപ്രഖ്യാപന പ്രസംഗവേളയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് ഗവർണർ ഇറങ്ങിപ്പോകുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള തീർത്തും ആകാംക്ഷാഭരിതമായ മുഹൂർത്തങ്ങളായിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇത്രയും മോശപ്പെട്ട ഒരു നയപ്രഖ്യാപനം ഇതിനിടയിൽ ഉണ്ടായിട്ടില്ല, അതായത് കേരളത്തിന് ഇതുവരെയും അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, കേരളീയവും അതുപോലെ തന്നെ നവകേരള സദസ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരവ് ചെലവ് കണക്കിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും അടക്കം KSRTC മുതൽ KCB വരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെ പോകുന്ന സാഹചര്യമാണ്. ഇതിനൊന്നും തന്നെ കേരളത്തിന് മറുപടിയില്ല. ഇതെല്ലാം തന്നെ കേരളത്തിന്റെ മാത്രം ബാധ്യതയാണ് എന്നുള്ള തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, കേന്ദ്രത്തിന് എതിരെ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടി തങ്ങളെ ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ കേരളം ഒരു സമരത്തിലേക്ക് പോലും നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു പൊതുസമ്മേളനത്തിൽ കലാശിക്കുകയായിരുന്നു. കേന്ദ്ര ഏജൻസികളെ കേരളം ഭയപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പറയാൻ സർക്കാരും ഗവർണറും രാഷ്ട്രീയ നാടകത്തിന് പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യമില്ല. ഈ ഗവൺമെന്റിന്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. ഞങ്ങളെ ക്ഷണിച്ചത്, പ്രതിപക്ഷത്തെ ക്ഷണിച്ചത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ്. ഒരുമിച്ച് സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റയ്ക്ക് സമരം ചെയ്യും എന്ന് എൽ.ഡി.എഫ് പ്രഖ്യാപിച്ചു. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ സമരം സമ്മേളനമായി മാറ്റിയത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെയ്തത്. സത്യത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ധനകാര്യ സംബന്ധിയായ ചില കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ കേന്ദ്രത്തിനെതിരായ കാര്യമായിട്ടുള്ള ഒരു വിമർശനവും ഇതിനകത്തില്ല. മാത്രമല്ല, കേരളീയത്തെ കുറിച്ചും നവകേരള സദസ്സിനെ കുറിച്ചുമാണ് പറയുന്നത്. ഈ കേരളീയത്തെ സംബന്ധിച്ചും നവകേരള സദസ്സിനെ സംബന്ധിച്ചും എത്ര സ്പോൺസർഷിപ്പ് കിട്ടി, എത്ര രൂപ ചെലവായി എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് പോലും കണക്ക് കിട്ടുന്നില്ല. കണക്ക് കിട്ടാതെയുള്ള കൊള്ളപ്പിരിവും വ്യാജപ്പിരിവും ഒക്കെ നടത്തിയിട്ടുള്ള പരിപാടിയാണ് കേരളീയവും നവകേരള സദസ്സും. അതുപോലെ ലൈഫ് മിഷനെ പറ്റിയുള്ള പരാമർശം നടത്തുന്നത്. എങ്ങനെയാണ് ലൈഫ് മിഷനെ പറ്റി ഗവൺമെന്റിന് പറയാൻ പറ്റുന്നത്? 217 കോടി രൂപ ഈ വർഷം അനുവദിച്ചിട്ടുണ്ട്. അതിൽ 18 കോടി രൂപ മാത്രമാണ് കൊടുത്തത്. ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിൽ പൂർണ്ണമായും തകർന്നു. 1ാം ഗഡുവില്ല, 2ാം ഗഡുവില്ല, 3ാം ഗഡുവില്ല. സപ്ലൈകോയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു. സപ്ലൈകോയിൽ സബ്സിഡിയുള്ള 13 നിത്യോപയോഗ സാധനങ്ങളില്ല. 4 മാസമായി ഒരു കരാറുകാർക്കും ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. 6 മാസമായി അവർക്ക് കൊടുക്കാനുള്ള തുക 1500 കോടി രൂപയാണ്. 4000 കോടി രൂപയുടെ ബാധ്യതയിലാണ് സപ്ലൈകോ നിൽക്കുന്നത്. സപ്ലൈകോ എന്ന് പറയുന്ന വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പൊതുവിപണിയിൽ ഇടപെടുന്ന നമ്മുടെ അഭിമാനകരമായ സ്ഥാപനം തകർന്നുപോയി. അതുപോലെ പെൻഷനെ കുറിച്ച് പറയുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് 5 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് പെൻഷൻ കിട്ടാതെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം വരെ കേരളത്തിലുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ പെൻഷനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഭിന്നശേഷിക്കാർ, വൃദ്ധരായ ആളുകൾ, അഗതികൾ, വിധവകൾ, സമൂഹത്തിൽ ആരോഗ്യമില്ലാത്ത പാവങ്ങൾ ഈ പെൻഷൻ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ മുഴുവൻ പട്ടിണി പരിവർത്തനം വർദ്ധിക്കുന്നത്. അപ്പോഴാണ് ഗവർണറെ കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പൊള്ളയാണ്. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാര്യവും അവകാശപ്പെടാനില്ലാത്ത സർക്കാർ ഒരു വാടക പ്രസംഗം മാത്രം നടത്തിവെച്ചിരിക്കുന്ന പൊള്ളയായ കാര്യങ്ങളാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പാരഗ്രാഫിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ല.
അസംബ്ലിയെ വെറും മോക്കറിയാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു ഗവർണർ ചെയ്തത് എന്നാണ് പ്രതിപക്ഷ ഉപനേതാവായിട്ടുണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹവും പറയുന്നത് ഇത്രയും മോശമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു വെക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി പക്ഷേ കേരളത്തിനെ പ്രതിപക്ഷ നേതാവിനോളം സാരമായി തന്നെ വിമർശിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ കേരളത്തെ അദ്ദേഹം വിമർശിക്കുന്നില്ലെങ്കിൽ പോലും ഗവർണറുടെ ഈ നീക്കത്തെ അദ്ദേഹം അനുകൂലിക്കുന്നില്ല. ഗവർണറുടെ ഈ നീക്കത്തെ യാതൊരു കാരണവശാലും അനുകൂലിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഗവർണർ കയറി വരികയും തങ്ങളെല്ലാം വെറുതെ നോക്കി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടായതെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഞങ്ങളൊക്കെ ഇരിക്കുന്ന മാധ്യമത്തിലേക്ക് നോക്കി ഒന്ന് വാർക്കണ ഒരു പരിപാടിയുണ്ട്. ഞങ്ങളൊന്ന് അങ്ങോട്ട് വാങ്ങാൻ തയ്യാറായിരിക്കുകയാണ്. നോക്കി പറ്റപ്പോക്കാം. കടുത്ത ആശങ്കയിൽ തന്നെയായിരുന്നു കേരളത്തിലെ ഈ നയപ്രഖ്യാപന ചടങ്ങ്. അതായത് ജനുവരി 25 എന്ന് പറയുന്ന ഈ ഒരു തീയതിയിലേക്ക് കാതോർത്തിരുന്നത് വലിയ ആശങ്കയോടെ തന്നെയായിരുന്നു. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ അറിയുന്ന സാഹചര്യമായിരുന്നു. മാത്രമല്ല ഗവർണർ സർക്കാർ പോര് തന്നെ വലിയൊരു ഘടകം തന്നെയായിരുന്നു. ഗവർണർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും കടന്നു ചെല്ലാതെ ഗവർണർ എല്ലാം വളരെ സംയമനത്തോടു കൂടി ആ ഒരു നയപ്രഖ്യാപന അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമായിരുന്നു. അത് ഒരു തരത്തിൽ സർക്കാരിന് അനുഗ്രഹമായി എന്ന് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ അത് കേരളത്തിൽ ഇത്തരമൊരു നയപ്രഖ്യാപനം ആദ്യമായാണ് എന്നുള്ളൊരു വിമർശനവും വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും നയപ്രഖ്യാപന ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും നാടകീയമായ മുഹൂർത്തങ്ങളാണ്. ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നിയമസഭാ സമ്മേളനത്തിൽ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മുന്നോടി എന്നാണ് ഇന്നിപ്പോൾ വി.ഡി. സതീശനാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മേഖലകൾ കേരളം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സർക്കാരിൻ്റെ ധൂർത്ത് തന്നെയാണ് അതിന് പ്രധാന കാരണം എന്നുള്ള പോയിന്റിൽ ഇപ്പോഴും വി.ഡി. സതീശൻ ഊന്നി തന്നെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിലേക്കെല്ലാം തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്.